ഹായ് ഹലോ ഡിയേഴ്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കൃഷും കൺമണിയും ഒരുപാട് സ്നേഹിക്കുകയാണ് കേട്ടോ പരസ്പരം. കൃഷിനാണെന്നുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും കൺമണിയെ കാണാതെ അവളെയോട് മിണ്ടാതെ ഇരിക്കാൻ കഴിയില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. അങ്ങനെ പാതിരാത്രി നമ്മുടെ മഹിയോട് പറയുന്നുണ്ട്, എടാ എനിക്ക് അവളെ ഇപ്പം തന്നെ കാണണം, എനിക്ക് അവളെ ഒരു നേരം പോലും കാണാതെ ഇരിക്കാൻ എനിക്ക് കഴിയുന്നില്ല, അത്രമാത്രം ഞാൻ അവളെ സ്നേഹിക്കുന്നു, എനിക്കവളെ എൻ്റെ പ്രാണനേക്കാളും ജീവനാണ് എന്നൊക്കെ പറഞ്ഞ് മഹിയോട് പറയുന്നുണ്ട്. നീ ഇത്രത്തോളം അവളെ സ്നേഹിക്കാൻ മാത്രം ഇതിന് മാത്രം കൺമണിയിൽ എന്ത് അത്ഭുതമാടാ നീ കാണുന്നത് എന്ന് മഹി ചോദിക്കുകയാണ് കേട്ടോ കൃഷിനോട്. എടാ, എന്നെ പലരും സ്നേഹിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ പൂർണ്ണമായിട്ട് മനസ്സ് കൊടുത്ത് സ്നേഹിച്ച പെൺകുട്ടി അത് കൺമണി മാത്രമാണ്. നിനക്കറിയില്ല, അവൾ തന്നെ ഒരു വലിയ അത്ഭുതമാണ്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൾ എന്നൊക്കെ പറയുന്നുണ്ട് മഹിയോട്. എന്തായാലും നിങ്ങളുടെ പ്രണയം നടക്കട്ടെ, പക്ഷേ ഈ രാത്രി നീ ദേവിജി സാറിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് അത്ര ശരിയല്ല. അതേ പട്ടാളക്കോട്ടയല്ല, രാവണക്കോട്ടയാണ്. ദേവിജിയുടെ തനി സ്വരൂപം നീ പിന്നെ കാണും എന്നൊക്കെ പറയുന്നുണ്ട്. എടാ, ശ്രീരാമൻ എന്തിനാടാ സീതയെ കാണാൻ മറ്റുള്ളവരുടെ അനുവാദം? ഞാനേ എല്ലാം മറികടന്നുകൊണ്ട് എൻ്റെ സീതയെ കണ്ടിട്ട് തന്നെ വരികയുള്ളൂ ഇന്ന് രാത്രി എന്നൊക്കെ പറയുന്നുണ്ട്. എടാ, സൂക്ഷിച്ചോളണം എന്നൊക്കെ പറയുന്നുണ്ട്. നീ ഒന്ന് പോടാ മഹി എന്നൊക്കെ പറഞ്ഞു നമ്മുടെ മഹിയെ പുച്ഛിച്ചുകൊണ്ട് നമ്മുടെ കൺമണിയെ കാണാനായിട്ട് ദേവിജിയുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ കൃഷ്. അങ്ങനെ അവിടെ ചെന്ന് കോളിംഗ് ബെല്ല് അടിക്കുന്നുണ്ട്. ഈ സമയത്താണെന്നുണ്ടെങ്കിൽ ദേവിജി അവിടെ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കോളിംഗ് ബെല്ല് അടിക്കുന്നത് കേട്ട് കൺമണി വേഗം തന്നെ അവിടേക്ക് ഓടി ചെല്ലുന്നുണ്ട് വാതിൽ തുറക്കാനായിട്ട്. ആ സമയത്ത് ദേവിജി പറയുന്നുണ്ട്, വേണ്ട, ഇത് രാത്രി സമയമാണ്, പലരും വരും, എന്തായാലും ഞാൻ തന്നെ വാതിൽ തുറക്കാമെന്ന് പറഞ്ഞ് ദേവിജി പോയി വാതിൽ തുറക്കുന്നുണ്ട്. അങ്ങനെ കൃഷി പെട്ടെന്ന് തന്നെ ദേവിജി തള്ളിമാറ്റിക്കൊണ്ട് ഹലോ ദേവിജി എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറി വരുന്നുണ്ട്. അതെ, നീ ഈ രാത്രി എങ്ങോട്ടാ? നിന്നോടാരപ്പം എങ്ങോട്ടേക്ക് കയറി വരാൻ പറഞ്ഞെന്നൊക്കെ ദേവിജി ചോദിക്കുന്നുണ്ട്. ദേവിജി, എന്താ അങ്ങനെ ഒരു ചോദ്യം? എൻ്റെ പെണ്ണ് ഇവിടെയല്ലേ, അപ്പോൾ എനിക്ക് അവളെ കാണണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട്. അതെ, ഈ പാതിരാത്രിയുള്ള കാഴ്ചയൊന്നും വേണ്ട, ഓഫീസിൽ നിന്ന് കണ്ടതല്ലേ, ഓഫീസിൽ നിന്ന് കണ്ട് സംസാരിച്ചതല്ലേ, അത്രമാത്രം മതി എന്നൊക്കെ പറയുന്നുണ്ട്. ഒന്ന് പോ ദേവിജി എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് തന്നെ കൺമണി ഇതൊക്കെ കണ്ട് രസിക്കുന്നുണ്ട് കേട്ടോ. കാരണം കൃഷി തന്നെ കാണാനായിട്ട് വീർപ്പ് മുട്ടി വന്ന് നിൽക്കുന്നതൊക്കെ കണ്ടിട്ട് കൺമണി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ദേവിജി പറയുന്നുണ്ട്, ആ കാണുന്നതൊക്കെ കൊള്ളാം, പക്ഷേ വേറെ വല്ല ഉദ്ദേശമാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൃഷിനോട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഇല്ല ദേവിജി, ഞാൻ ഒന്നും ചെയ്യില്ല, ഞാൻ എൻ്റെ കൺമണിയെ കണ്ടിട്ട് പോയിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മുടെ കൺമണി നമ്മുടെ കൃഷിന് ഭക്ഷണമൊക്കെ വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭക്ഷണം വാരി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കൺമണി ഉമ്മ വെക്കാനായിട്ട് കൃഷി ഇങ്ങനെ പോകുന്നുണ്ട്. ഇത് കണ്ട് ദേവിജി പറയുന്നുണ്ട്, കൺമണി ഇവനാൾ ശരിയില്ല, ഇവനെ സൂക്ഷിച്ചോ, പിന്നെ ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട എന്നൊക്കെ പറഞ്ഞ് മോളിൽ നിന്ന് ഇങ്ങനെ വിളിച്ച് പറയുന്നത്. ഇയാളെ ഞാൻ ഇന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൃഷി ഇങ്ങനെ ഒരു ഇങ്ങനെ വഴക്കിടാനായിട്ട് പോകുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വേണ്ട സാർ, വേണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൺമണി ഇങ്ങോട്ട് പിടിച്ച് മാറ്റുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ കൺമണിയും കൃഷിയും തമ്മിലുള്ളൊരു രസകരമായിട്ടുള്ള ഒരു പ്രണയ കാഴ്ചകളാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതിന് സപ്പോർട്ടായിട്ട് നമ്മുടെ ദേവിജിയും മഹിയും എല്ലാവരും അവരുടെ പ്രണയം നല്ല രീതിയിലേക്ക് പോകാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നുമുണ്ട്.